ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ HTML സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. രണ്ടാമതും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു തവണ ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാം റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ച് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂറത്തെ പണിയായിരുന്നു. 1 മണിക്കൂർ പണിയെടുത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സൗണ്ട് ഇല്ല. ഞാൻ ബ്ലൂടൂത്ത് മൈക്കായിരുന്നു കണക്ട് ചെയ്തേ, സാധനത്തിൻ്റെ ബാറ്ററി കഴിഞ്ഞ് ഓഫായി. ഞാൻ വെറുതെ പറഞ്ഞില്ല, അതാ കാണിച്ചു തരാം. എവിടെ നോക്ക്, എൻ്റെ 1 മണിക്കൂറത്തെ പണി തെച്ചുകൂടെ വെറുതെയായി. ഒറ്റ സൗണ്ടില്ല. എന്ത് ചെയ്യാൻ? ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫുള്ള് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് കണ്ടത് സാധനത്തിന് സൗണ്ട് ഇല്ല എന്നുള്ള കാര്യം. പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടാ, കളഞ്ഞ് കംപ്ലീറ്റ് പോവാ, ഞാൻ ആവശ്യമില്ല. അത് വേണ്ട, വിട്. എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത് ഈ ഒരു കോലത്തിലാക്കിയായിരുന്നു. ഇനി അത് മൊത്തം വീണ്ടും ചെയ്യണം. ഇത് ഞാൻ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് വെച്ച ഫയലല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കി തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ആ ഫയൽ ഞാൻ എഡിറ്റ് ചെയ്ത് വേറെ കോലത്തിലാക്കി, അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ സൈഡ് നമ്മളെ VS കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പുറം ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ചേഞ്ചസ് ലൈവായി കാണാൻ വേണ്ടിയിട്ട്. പോയി ചെയ്തൊന്നും ഇനി ആവശ്യമില്ല, ഞാൻ കളയും. എന്താണ് നെറ്റ് ഇത്ര സ്ലോ? ഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാരഗ്രാഫ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പാരഗ്രാഫ് ടാബ് P ടാഗ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പേര് മതി. ഇപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ P ടാഗ് ഇട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരഗ്രാഫായി വരും എന്നുള്ള കാര്യമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ. വെറും ബേസിക് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങുമായിട്ടാണ്. ടെക്സ്റ്റ് പല രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുണ്ട്. സോ ഇന്ന് ഞാൻ വന്ന ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഇവിടെ പോയി. അപ്പോൾ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ടാഗ് എന്ന് വെച്ചാൽ ഫുള്ളും അടുത്ത് ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് H1 എന്ന് പറയുന്ന ടാഗാണ്. H ടാഗ്. H എന്ന് പറയുന്നത് നമ്മുടെ സൈസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ H1 ഇട്ട് കാണിച്ചു തരാം. H1, അയ്യോ ചന്ദ്രൻ ക്യാപിറ്റലാക്കിയേ. H1 ടാഗ് ഇടുന്നു. എന്നിതാ നമ്മുടെ ഈ ചാനലിൻ്റെ പേരുണ്ടല്ലോ, ഇതെടുത്ത് ഞാൻ ആ ടാഗിനകത്ത് കൊണ്ടിടാം, പുറത്തെടുക്കണ്ട. ഇപ്പോൾ ഇതാ H1 ടാഗിനകത്തിട്ടു. അപ്പോൾ അതിന് വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാം. റീഫ്രഷ് ചെയ്യാണ്, കണ്ടല്ലോ, അത് ബോൾഡായി. ബോൾഡല്ല, അതിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട്. സൈസ് കൂട്ടാനാണ്, സൈസിൽ വരുന്ന ചേഞ്ചിനാണ് H ടാഗ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇത് കോപ്പി ചെയ്യുന്നു, ഒരു ലൈൻ ഇടുന്നു. മതിയെന്ന് തോന്നുന്നു. ഇതവിടെ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ കുറേ എണ്ണം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം H1 ആണ്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവാനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേത് ഞാൻ H2 എന്നിടുന്നു. രണ്ടാമത്തെ H2. മൂന്നാമത്തേത് ഞാൻ H3 എന്നിടുന്നു. H13 ഒന്നുമല്ല, H3. ഇവിടെ H3. സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മണിയിട്ട് ഞാൻ ഈ വീഡിയോ വെച്ച് പോവും. H4 ആക്കുന്നു. ഇവിടെ ഏറ്റവും താഴത്തെ H5. ഞാൻ എല്ലാം ഇടുന്നില്ല, ഇത് H6 ഇടാം. എല്ലാം ഒന്നും ഇട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കണ്ടല്ലോ, സൈസിൽ വന്നിരിക്കുന്ന എന്താണ് ഇവിടെ ചെറുതായി വന്ന് ഇവിടെ ഒന്ന് വലുതായി.
ഇവിടെ വന്ന് ഞാൻ H1 ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 ഇല്ലല്ലോ, 5 ഇവിടെ ഇട്ടേക്കാം. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ സൈസിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ് ഈ എച്ച് ടാഗ് എന്ന് വരുന്നത്. H1 ഏറ്റവും വലുത്, പിന്നെ H2, H3, H4 അങ്ങനെ വരുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരും. അതാണ് ഈ ഒരു എച്ച് ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനെടുത്ത് തറ്റവും താഴെ കൊണ്ടിടാം, അപ്പോൾ എനിക്ക് മനസ്സിലാകും. കണ്ടല്ലോ സൈസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതെന്താടാ ഞാൻ എത്ര അടിച്ചിട്ട് സൈസ് കറക്റ്റ് ആവാതെ. ഓക്കെ, ഈ H1 ഏറ്റവും വലുത്, പിന്നെ അക്കം കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയും. നേരെ ഓപ്പോസിറ്റാണ്. അക്കം കൂടുമ്പോൾ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ടാഗ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത ടാഗ് ബോൾഡ് ആക്കാനുള്ളതാണ്. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെയൊക്കെ ഉള്ളതാണ് അടുത്ത ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഫുള്ള് ക്ലിയർ ചെയ്യണേ. ഓക്കെ, ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക് അങ്ങനെയുള്ളത് നോക്കുവാണ്. സോ ഞാനിപ്പോൾ ഒരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്നു. ഒരു കൈ കൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്, അതാ സ്ലോ. ഇത് കൈ പിടിച്ചിട്ടുണ്ട്. ലേൺ HTML എന്നുണ്ടാ. ഇപ്പോൾ ഇത് ലേൺ HTML എന്നെടുത്തു, സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആക്കിയ ലേൺ HTML സ്പെല്ലിങ് പറ്റിയോ? അത് സാറില്ല, മീഡിയം പോണ്ട, ഞാൻ വീണ്ടും അധികം സമയം കളയുന്നില്ല. ഇപ്പോൾ ഈ ലേൺ HTML എന്നുള്ളതിൻ്റെ HTML എനിക്ക് ബോൾഡ് ആക്കണം. ഇപ്പോൾ ഈ HTML എന്നുള്ളതാണ് എനിക്ക് ബോൾഡ് ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വേർഡാണ്, ഇപ്പോൾ ഇത് ഈ ഒരു ടാഗിൻ്റെ കാര്യമല്ല, ഏത് ടാഗ് ആണെങ്കിലും നമുക്ക് ഏതൊരു സ്പെസിഫൈക്ക് വേർഡാണോ അല്ലെങ്കിൽ സെൻറ്റൻസ് ആണോ പാരഗ്രാഫാണോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ആ ഒരു ടാഗിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ ഞാൻ ഈ HTML എന്നുള്ളത് ആ ഒരു ടാഗിനകത്ത് ഇടാൻ പോവാണ്. ബോൾഡ് ആക്കാനുള്ള ടാഗ് B ആണ്. B ഇതാ B എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഇതാ B ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഇവിടെ ഈ HTML ഉണ്ടല്ലോ, ഈ HTML എന്നല്ല ഏത് വർക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതെടുത്ത് ആ ടാഗിൻ്റെ നടുവ് കൊണ്ടിടുക. ഇപ്പം ഞാൻ റീഫ്രഷ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കണ്ടല്ലോ HTML എന്നുള്ളത് ബോൾഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ B എന്ന് ഉള്ളത് യൂസ് ചെയ്യുന്നത് ബോൾഡ് ആക്കാനാണ്. ഇപ്പോൾ HTML നമുക്ക് കുറച്ച് വലുതാക്കണമെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് H1, H2 എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ ലേൺ ചെറുതാക്കുക വേണ്ടതെങ്കിൽ, ഇപ്പോൾ നമ്മൾ H6 എന്നുള്ളതല്ല യൂസ് ചെയ്യുന്നത്, നമുക്ക് ചെറുതാക്കാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടാഗും കൂടിയുണ്ട്. അതാണ് സ്മോൾ എന്ന് പറയുന്ന ടാഗ്. ഇത് സ്മോൾ ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇത് ഈ ലേൺ എന്നുള്ളതാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ആ ലേൺ സ്മോൾ ടാഗിനകത്ത് കൊണ്ടിടുന്നു. അയ്യോ, ഓക്കെ, ഇത് ആ ലേൺ എന്നുള്ളത് ഞാൻ സ്മോൾ ടാഗിനകത്ത് കൊണ്ടിടുന്നു. സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണും. കണ്ടല്ലോ അത് ചെറുതായിട്ടുണ്ട്. ഈ സ്മോൾ എന്ന് പറയുന്ന ടാഗ് ചെറുതാക്കാനാണ്. അത് ഞാൻ വെറുതെ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഈ HTML ബോൾഡ് ആകുന്ന കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, വലിപ്പം കൂടിയത് കൊണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പഠിച്ചത് B ടാഗാണ്. B ടാഗ് ബോൾഡ് ആക്കാനാണ്. അതിൻ്റെ കൂടെ ഒരു സ്മോൾ എന്നുള്ള ഒരു ടാഗ് അഡീഷണൽ കിട്ടി. ഓക്കെ, നമ്മൾ അടുത്ത എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ലേണിംഗ് സ്പെല്ലിംഗ് ഒക്കെ പോയല്ലാണ്. നമുക്കിപ്പോൾ ഇതെല്ലാം HTML എന്ന് പറഞ്ഞൊരു ഫോൾഡറല്ല, പാരഗ്രാഫ്. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, കീബോർഡൊന്നും ഞെക്കുന്നല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ലേൺ HTML എന്ന് സ്പെല്ലിങ് നോക്കണ്ട, L ക്യാപിറ്റൽ ബാക്കി സ്മോൾ, നേരെ തിരിച്ചിട്ടല്ലേ വേണ്ടേ, വിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഇനിയുള്ളത് ഇതിനെ ഇറ്റാലിക് ആക്കാൻ. ഇപ്പോൾ ഈ ലേൺ എന്നുള്ളത്, ഇപ്പോൾ ഈ HTML എന്നുള്ളത് ഇറ്റാലിക് ആക്കണമെങ്കിൽ നമ്മൾ ഇറ്റാലിക്കിന് യൂസ് ചെയ്യുന്ന ടാഗാണ് I ടാഗ്. അല്ല, അതെ, I ടാഗ് തന്നെ. ഓപ്പൺ ചെയ്യുന്നു, I അടിക്കുന്നു, I ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ഈ I ടാഗിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഇപ്പോൾ HTML എന്ന് എൻ്റർ ചെയ്യുന്നു. ഇവിടുത്തെ HTML വേണ്ട, രണ്ടെണ്ണം വരും. അപ്പോൾ അതിന് ഞാൻ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ HTML എന്നുള്ളത് ഇറ്റാലിക്കായി വന്നിട്ടുണ്ട്. രണ്ടല്ല ഉണ്ടാ അതുകൂടെ
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ എച്ച് ടാഗ് അല്ലല്ലോ, ഏതാ പറഞ്ഞേ, ഹൈ ടാഗ് എന്ന് പറയുന്ന ഇറ്റാലിക്കിനാണ്, ബി ടാഗ് ബോൾഡ് ആക്കാൻ. അപ്പോൾ ആ രണ്ടെണ്ണം മനസ്സിലായിരിക്കുന്നു. പിന്നെ ഇനിയുള്ളത് നമ്മുടെ അണ്ടർലൈൻ ചെയ്യുന്ന ടാഗാണ്. അണ്ടർലൈൻ എന്ന് അല്ല, അത് ശരിക്കും ഇൻസേർട്ടഡ് ടാഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി രണ്ടെണ്ണം പറയാം. എൻ്റെ ഒന്ന് ഡിലീറ്റ് ടാഗ്, ഇൻസേർട്ടഡ് ടാഗ്. ഡിലീറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ നടുവിലൂടെ ഒരു വരയിടുന്ന ഒരു പരിപാടിയില്ലേ, നടുക്കേ കൂടെ വരയിടുന്നതിൻ്റെ മുകളിലൂടെ. അപ്പോൾ അതാണ് നമ്മൾ ഡിലീറ്റ് ടാഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡിലീറ്റ് ചെയ്തത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു സെയിം സെൻറ്റൻസ് ആണ് എല്ലായിടത്തും എഡിറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ കുറേയാണ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ബോൾഡ് ആക്കിയത്, രണ്ടാമത്തെ ഇറ്റാലിക് ആക്കിയത്. ഇനി ഞാൻ ഈ മൂന്നാമത്തെ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ ഇറ്റാലിക് എന്നുള്ള ഐ ടാഗ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ആടെ ഞാനൊരു ടാഗ് ഇടുന്നു. അതാണെന്ന് വെച്ചാൽ നമുക്ക് ഡിലീറ്റ് ടാഗ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്തതിനെ സൂചിപ്പിക്കാനാണ് ഡിലീറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതായത് നടുവിലൊരു സ്ട്രൈക്ക് ത്രൂ എന്നൊക്കെ പറഞ്ഞ് ഈ ആൻഡ്രോയിഡിൽ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടാവില്ല, ആ സാധനം തന്നെയാണ് ഈ ഡിലീറ്റ് ടാഗ്. റീഫ്രഷ് ചെയ്യുമ്പോൾ കാണാം, കണ്ടല്ലോ ഈ HTML എന്നുള്ളതിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ ഇടാനാണ് നമ്മൾ ഡിലീറ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്, കാരണം ഓൾറെഡി ഞാൻ ഒരു തവണ എടുത്തു പോയി. പക്ഷേ നിങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അണ്ടർലൈൻ ടാഗ്. അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് അണ്ടർലൈൻ ഏതാ? ഇൻസേർട്ട് ടാഗാണ്. ഇൻസേർട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒരു സാധനം ഇൻസേർട്ട് ചെയ്തല്ലേ നമ്മൾ അണ്ടർലൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതിൽ നമ്മളൊന്ന് ഇൻസേർട്ട് ചെയ്യേണ്ട ആ ലൈനിനകത്ത്. അപ്പോൾ അതുപോലെയാണ് അണ്ടർലൈൻ എന്നുള്ളത് നമ്മുടെ HTML-നകത്ത് ഇൻസേർട്ട് ടാബായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ INS എന്ന ടാഗാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ INS എന്ന ടാഗിന് ഇട്ട് കഴിഞ്ഞു. അടുത്ത HTML കണ്ടല്ലോ, അത് അണ്ടർലൈൻ ആയിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്യാനാണ് നമ്മൾ ഇതെല്ലാം ബോൾഡായി നിൽക്കുന്നത്, ഇതെല്ലാം ഇറ്റാലിക്കായി നിൽക്കുന്നുണ്ട്. അത് ഞാൻ കോപ്പി ചെയ്തപ്പോൾ ഇതായതാണ്. ഓക്കെ, കാണല്ലോ ഇത് ഈ ഒരു HTML എന്ന് പറയുന്നത് ഇപ്പോൾ അണ്ടർലൈൻ ആയിട്ടുണ്ട്. സോ ഇനി അടുത്തത്, ഇപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ഫോർമാറ്റിങ്. അപ്പോൾ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് മറ്റ് ചില ഇതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം വേണ്ട, ആവശ്യമില്ല. ഓക്കെ, അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നോർമൽ ലൈനിൽ നിന്ന് കുറച്ച് ഉയർത്തി എഴുതേണ്ട സന്ദർഭം വരും. അതായത് ഇപ്പോൾ ഏതാ പറയാം, ഒരു മാത്സിലെ ഇക്വേഷൻ ഞാൻ ഇട്ടുതരാം. a+b² a+b² എത്രയാ? a+b² എത്രയാ? ഞാൻ മാത്സ് പഠിപ്പിക്കാൻ വന്നില്ലല്ലോ അല്ലേ. a+b² ഈക്വൽ ടു a+b² ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് b² 2ab അല്ലേ? അതെ, 2ab. അതായത് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇടുന്നു, a² പ്ലസ് b² പ്ലസ് 2ab. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇട്ടാണ്, ഈ ഒരു ഇക്വേഷൻ അല്ല. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഇവിടെ നമ്മളെ വെബ്സൈറ്റിലേക്ക് ഇടുന്നു. ഇപ്പോൾ കണ്ടല്ലേ, അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു 2, ഈ സ്ക്വയറിൻ്റെ 2കളെല്ലാം ഉയർത്തിയിട്ടല്ലേ വേണ്ടത്, മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു 2 വേണം, ഈ ഒരു 2 വേണം, ഇതാ ഈ ഒരു 2 വേണം. ഈ 3 2 നമുക്ക് നോർമലി ഈ ഒരു ലൈനിൽ നിന്ന് കുറച്ച് ഉയർത്തിയിട്ടാണ് വേണ്ടത്, കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നോർമൽ ലൈനിൽ നിന്ന് കുറച്ച് ഉയർത്തി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് എന്തായിരുന്നു? SUP എന്ന ടാഗാണ് നമ്മളതിന് യൂസ് ചെയ്യുക. ടാഗ് ഓപ്പൺ ചെയ്യുക, ദെൻ SUP ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ SUP എന്ന് പറയുന്ന ടാഗിനകത്ത് എന്ത് എഴുതിയാലും അത് നോർമൽ കുറച്ചൊന്ന് ഉയർന്ന് നിൽക്കും ബാക്കിയുള്ള ലൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റിലത്തെ സ്ക്വയർ ഞാൻ SUP ടാഗിനകത്ത് ഇടുന്നു, ഞാൻ റീഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഫസ്റ്റിലത്തെ ഈ ഒരു 2 നിങ്ങൾ കണ്ടല്ലോ, അത് കുറച്ച് ഉയർന്ന് നിൽക്കുവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓരോന്നിൻ്റെ സ്ക്വയറിനെയും നമുക്കങ്ങനെ SUP ടാഗിനകത്ത് കൊണ്ട് ഇടണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് SUP ടാഗ് എന്തിനാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SUP ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതിനിടയിൽ കൊണ്ട് 2 ഇടുക.
സിമ്പിൾ. അടുത്ത എന്താ, ഈ ഒരു ഇത് കൂടി നമുക്ക് ചെയ്യണം. SUP ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇടയിൽ 2 ഇടുക. 2 എന്നല്ല, ഞാനിപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ പ്രകാരമാണ്, നമ്മളെ ടാഗാവൊന്നുമല്ല, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് 2 ഇടലൊന്നുമല്ല. ഇപ്പോൾ ഇതുണ്ടല്ലോ SUP എന്നുള്ളതിനിടയിൽ ഇടുന്നത് നമ്മുടെ നോർമൽ ലൈനിൽ നിന്നും കുറച്ച് ഉയർന്ന് നിൽക്കുന്നതായിരിക്കും. അതിനാണ് നമ്മൾ SUP എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്നുണ്ട് SUB, അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഉയരുന്നതിന് തന്നെ കുറച്ച് താഴെ നിൽക്കും. അതിപ്പോൾ യൂസ് ചെയ്യുന്ന സാഹചര്യം അതെവിടെയാണ് വരിക? അത് ഞാനൊരു ഇത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ H2O, ഇപ്പോൾ വാട്ടറിൻ്റെ എഴുതുവാണ് H2O. അപ്പോൾ ഈ ഒരു H2O എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു H2Oൻ്റെ അകത്തിലെ 2 കുറച്ച് ഉയർന്നിട്ടാണ് വേണ്ടത്. ഇപ്പം ഞാൻ കണ്ടല്ലോ, ഇപ്പോൾ ഞാനിതിവിടെ പാരഗ്രാഫ് ടാബ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരുമിച്ച് തന്നെ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു H2O എന്നുള്ളതിൻ്റെ 2 നമുക്ക് കുറച്ച് താക്കണം. അപ്പോൾ SUP ഉയർത്താൻ, SUB താഴ്ക്കാൻ. ഇപ്പോൾ ഞാൻ SUB എന്ന് പറയുന്ന ടാഗ് ഇവിടെ യൂസ് ചെയ്യാണ്. SUB ഇതാ H2O അതിൻ്റെ ഇടയിൽ കൊണ്ടെഴുതുന്നു. അല്ല, H2O വേണ്ടല്ലോ, ഫുള്ള് ആവശ്യമില്ലല്ലോ, നമുക്ക് 2 ആവശ്യമുള്ളൂ. ഇപ്പോൾ 2 അവിടെ ഇടുന്നു, ഇവിടുത്തെ 2 കട്ട് ചെയ്യുന്നു, അല്ലെ 2 2 വരും. അല്ല, ഈ Hന് ശേഷമാണല്ലോ 2, അപ്പോൾ അതല്ലേ വേണ്ട. അപ്പോൾ H ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇടുക, ഇത് മാറിപ്പോവല്ലേ. അപ്പോൾ ഇതിപ്പോൾ H2 എന്ന് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഉണ്ടല്ലോ, ആ ഒരു 2 ഇതിൽ നിന്ന് ബാക്കിയുള്ള ഈ Hഉം Oയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2ന് മാത്രമല്ല, ഏതായാലും നമുക്ക് താക്കേണ്ടത് ഏതാണോ, ഏതെങ്കിലും SUB എന്ന് പറയുന്ന ടാഗിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴെ നിൽക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനാണ്, ഇതൊക്കെയാണ് നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫോർമാറ്റിങ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കുറേ എണ്ണം റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് ഇപ്പം രണ്ടാമത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തളർന്നു. ഇപ്പോൾ ഞാനിത് ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ളതാണ്. ഇനിയും ഉണ്ട് നമുക്ക് മറ്റൊരു വെബ്സൈറ്റിൽ നിന്നുള്ളത് ടാഗ്, അല്ല മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് എന്തെങ്കിലും ടെക്സ്റ്റൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇതിൻ്റെ അകത്ത് ചേർക്കണമെങ്കിൽ വേറൊരു ടാഗ് യൂസ് ചെയ്യും. നമ്മൾ മറ്റ് വെബ്സൈറ്റ്, ഇപ്പം HTMLനെ പറ്റി നമ്മൾ വിക്കിപീഡിയ നടത്തുന്ന എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എടുത്ത് ഇതിനകത്ത് ഇടുന്നു, അപ്പോൾ നമ്മൾ അവിടെ ഒരു ടാഗും കൂടി ചേർക്കണം, മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തതിൻ്റെ. അപ്പോൾ അതുപോലെ വേറെ ഒരുപാട് എണ്ണമുണ്ട്. സൈറ്റിൽ നിന്ന് ഒറ്റ ടാഗ് ഉണ്ട്, ഒരുപാട് ടാഗ് ഉണ്ട്. അപ്പോൾ എല്ലാം എനിക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തതിനകത്ത് ഫുള്ളുണ്ടായിരുന്നു. സോ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറഞ്ഞിരിക്കും, പാർട്ട് 3 വരിക. അപ്പോൾ നിങ്ങൾ 1 കണ്ടിട്ട് തന്നെയായിരിക്കുമല്ലോ വരുന്നത്. 1 കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് വരണം, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പാർട്ട് 3 കിട്ടാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. സൈനിങ് ഔട്ട്.